തലസ്ഥാനത്തേക്കാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപങ്ങൾ തെളിയും. ദർശന സായുജ്യം തേടി 10,000-ഓളം ഭക്തരാണ് ലക്ഷദീപം ദർശിക്കാനായി എത്തുന്നത്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ചടങ്ങിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ലക്ഷദ്വീപ് നടക്കുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വെരി ഗുഡ് മോർണിംഗ്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങുകളാണ്. എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ചടങ്ങിനുള്ളത് ദിസ്ന? ഒപ്പം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആഘോഷത്തിൽ തന്നെയാണ് അനന്തപുരി എന്ന് തന്നെ പറയാം. 56 ദിവസം നീണ്ടുനിന്ന മുറജപ വേദ മന്ത്രങ്ങൾക്ക് ശേഷം അതിന് സമാപനമായാണ് ഇന്ന് ഇത്തരത്തിൽ ലക്ഷദീപങ്ങൾ ക്ഷേത്രത്തിൽ തെളിയുന്നത് എന്ന് തന്നെയാണ്. ദീപപ്രഭ തീർക്കുന്ന വിസ്മയ കാഴ്ചയ്ക്കും അപൂർവ ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000 പേർക്കാണ് ഈ സൗഭാഗ്യം ദർശിക്കുവാനുള്ളൊരു അവസരം ലഭിക്കുന്നത്. അത് ഓൺലൈൻ വഴിയാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിൽ 4:30 മുതൽ 6:30 വരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിവേലിപുരയിൽ 26 സ്ഥലങ്ങളിലായാണ് ഭക്തർക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും 4:30 മുതൽ ക്ഷേത്രത്തിനകത്ത് ഭക്തരെ കയറ്റുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്താണ് ഇത്തരത്തിലൊരു പ്രവേശനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട്. 4 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ലക്ഷദ്വീപത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാത്രി 8:30 മകരശീവേലി നടക്കുക. ശ്രീ പത്മനാഭസ്വാമിയെ തങ്ക ഗരുഡ വാഹനത്തിലും ാടി ശ്രീകൃഷ്ണസ്വാമി, തെക്കേടത്ത് നരസിംഹമൂർത്തി എന്നിവരെ വെള്ളി വാഹനങ്ങളിലും എഴുന്നള്ളിക്കും. ശിവേലിക്ക് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമ്പടി പോകും. ഈ ലക്ഷദ്വീപം എന്ന് പറയുന്നത് ഒരു അപൂർവമായ അല്ലെങ്കിൽ അത്തരത്തിലൊരു സൗഭാഗ്യപരമായ ഒരു കാഴ്ചയാണ്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് അനന്തപുരി സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ലക്ഷദ്വീപം ഉണ്ടെന്നറിഞ്ഞ നിരവധി ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, അതായത് കേരളത്തിന് പുറത്തുള്ള ആളുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇവിടെ എത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അശ്വതി. എന്തായാലും അയ്യന്റെ സന്നിധിയിൽ മകരജ്യോതി തെളിയുമ്പോൾ അനന്തപുരിയും ആഘോഷ രാവിലാണ് എന്ന് തന്നെ പറയാം. അനന്തപുരിയിലും ലക്ഷദീപങ്ങൾ തെളിയും എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അശ്വതി. ശരി ദിസ്ന, വ്യക്തമാണ്. ഇന്ന് അനന്തപുരിക്കും ആഘോഷമാണ്. ലക്ഷം വിളക്കാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപങ്ങൾ തെളിയുന്ന ഒരു ദിവസം കൂടിയാണ്. ദർശന സായുജ്യം തേടി 10,000-ഓളം ഭക്തരാണ് ലക്ഷദീപം സന്ദർശിക്കാനായി എത്തുന്നത് എന്നാണ് പ്രതീക്ഷ. ദിസ്നയാണ് തലസ്ഥാനത്ത് നിന്നും ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.